എല്ലാവർക്കും നമസ്കാരം. ഗംഗാ സമതലത്തിലേക്ക് എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും പഠിക്കാൻ പോകുന്നത് ജൈനമതവും ബുദ്ധമതവും. ജൈനമതം, ബുദ്ധമതം അതെന്താണ്, അതിൻ്റെ സ്ഥാപകരാരൊക്കെയാണ്, എന്തൊക്കെയാണ് ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും പ്രത്യേകതകൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിന് മുൻപായി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന ഒരു വിവരണം അല്ലെങ്കിൽ ഒരു കഥയുണ്ട്. ആ കഥയൊന്ന് നമുക്ക് നോക്കാം. ഒരു വസന്തകാലം, രാജകുമാരൻ ഉദ്യാനത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങ് ഹിമവാൻ മഞ്ഞു പുതച്ച് തല ഉയർത്തി നിൽക്കുന്നു. രാജകുമാരൻ ആ സൗന്ദര്യത്തിൽ മതിമറന്നു നിൽക്കുകയായിരുന്നു. ആ കാഴ്ചയ്ക്കിടയിൽ ഒരു പറ്റ മരയിനങ്ങൾ ഒന്നിച്ചു പറന്നു പോകുന്നത് രാജകുമാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തൊരു ഭംഗി! പെട്ടെന്ന് അവയിലൊന്ന് രാജകുമാരൻ്റെ മുന്നിൽ പിടഞ്ഞു വീണു. അതിൻ്റെ ദേഹത്ത് ഒരു കൂരമ്പ് തറച്ചിരുന്നു. രാജകുമാരൻ ഓടിച്ചെന്ന് ആ അരയന്നത്തെ എടുത്തു മടിയിൽ കിടത്തി. അമ്പ് വലിച്ചൂരി. ഉദ്യാനത്തിലെ ഔഷധച്ചെടികളിലൊന്നിൽ നിന്ന് ഇലകൾ പറിച്ച് അതിൻ്റെ നീര് മുറിപ്പാടിൽ ഒഴിച്ചു. രാജകുമാരൻ്റെ സ്നേഹലാളനം അരയന്നത്തിന് വലിയ ആശ്വാസമായി. അപ്പോഴാണ് രാജകുമാരൻ്റെ അമ്മാവൻ്റെ മകനായ ദേവദത്തൻ ഓടിക്കിതച്ച് അരികിലേക്ക് വന്നത്. ഞാൻ ഏതു വീഴ്ത്തിയ അരയന്നത്തെ എനിക്ക് തരൂ, അദ്ദേഹം ആക്രോശിച്ചു. ഈ സാധുജീവിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് മഹാപാപമാണ്. ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമുണ്ട്. ആരും ആരുടെയും ഉടമയല്ല, രാജകുമാരൻ പറഞ്ഞു. തർക്കം മൂത്തപ്പോൾ വിഷയം രാജസന്നിധിയിലെത്തി. ഇരുപക്ഷത്തെയും വാദങ്ങൾ കേട്ട ശേഷം രാജാവ് പറഞ്ഞു, ശിക്ഷിക്കുന്നവനേക്കാൾ അധികാരം രക്ഷിക്കുന്നവനാണ്. അതിനാൽ രാജകുമാരനാണ് അതിൻ്റെ ഉടമസ്ഥൻ. രാജകുമാരൻ അരയന്നത്തെ സ്വതന്ത്രമായി വിട്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാരോപദേശം എന്താണ്? ഒരു അരയന്നത്തെ ഒരാൾ അമ്പെയ്ത് വീഴ്ത്തി. ആ അമ്പെയ്ത് വീഴ്ത്തി പിടഞ്ഞു പോയ അരയന്നത്തിനെ രക്ഷപ്പെടുത്തിയത് ആരാണ്? രാജകുമാരനാണ്. അവസാനം ആ അരയന്നത്തിൻ്റെ മേലുള്ള അധികാരം ആർക്കാണ് ലഭിച്ചത്? രക്ഷിച്ച ആൾക്കാണ്, രാജകുമാരനാണ് കിട്ടിയത്. അപ്പോൾ ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സാരോപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും നമ്മളുടെ ഈ ലോകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തുള്ള ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാനുള്ള അധികാരം നമുക്കില്ല, അല്ലേ? അതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സാരോപദേശം. അപ്പോൾ ഇവിടെ നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ശ്രീബുദ്ധനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തത്വമായിരുന്നു അഹിംസ. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അഹിംസയുടെ വക്താവാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ തത്വമാണ് അഹിംസ. അതുപോലെ തന്നെ അഹിംസ തത്വമാക്കി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീബുദ്ധൻ. അപ്പോൾ എന്താണ് അഹിംസ എന്ന് നമുക്ക് ആദ്യം നോക്കാം. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന തത്വത്തെയാണ് അഹിംസ എന്ന് വിളിക്കുന്നത്. അഹിംസ പ്രധാന തത്വമായി സ്വീകരിച്ച ആളായിരുന്നു ശ്രീബുദ്ധൻ. അദ്ദേഹമാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാ ജീവികളോടും കരുണ കാണിക്കുക, അതായത് ഒരു ജീവജാലങ്ങളെയും ഹിംസിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക. അതാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഹിംസ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒരു പ്രധാന തത്വമായിട്ട് എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു ശ്രീബുദ്ധൻ. ഇദ്ദേഹം തന്നെയാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ. ഇനി അടുത്തതായിട്ട് ശ്രീബുദ്ധൻ്റെ ഒരു കോട്ട്, ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതിയെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നു. അതായത് ദൈവത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, അതൊരിക്കലും നമുക്ക് നമ്മളുടെ നേരിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരിക്കലും ആ രഹസ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമ്മുടെ കൺമുന്നിലുള്ള ഒരു മനുഷ്യൻ്റെ ദുരിതം അല്ലെങ്കിൽ ആ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്ക്
അറിയാം. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്തെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ദൈവവിശ്വാസം അതിനപ്പുറമൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആർക്കാണ്? മനുഷ്യരാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. എന്താണ് ബുദ്ധമതം, ബുദ്ധമതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുപോലെ ഇന്ത്യയിൽ എങ്ങനെയാണ് ബുദ്ധമതം ഇല്ലാണ്ടാവുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. BCE 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു ബുദ്ധമത തത്വങ്ങൾ. അഹിംസയായിരുന്നു പ്രധാന തത്വം. കർമ്മത്തിന് വളരെയധികം പ്രാധാന്യം നൽകി. ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നും ആഗ്രഹങ്ങളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ BCE 6-ാം നൂറ്റാണ്ടിലാണ് ബുദ്ധമതത്തിൻ്റെ ഉത്ഭവം. ഈ BCE 6-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്നിട്ടുള്ള ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തത്വമായിരുന്നു ബുദ്ധമത തത്വങ്ങൾ. എന്തായിരുന്നു അവരുടെ പ്രധാന തത്വം? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീബുദ്ധനാണ് ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ തന്നെയായിരിക്കും ബുദ്ധമതവും സ്വീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെയും എന്താണ്? അഹിംസയാണ് പ്രധാന തത്വം. ബുദ്ധമതത്തിൻ്റെ പ്രധാന തത്വം എന്ന് പറയുന്നത് അഹിംസയാണ്. അതായത് ജീവജാലങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ജീവികളോട് എപ്പോഴും നമ്മൾ കരുണയോടെ പെരുമാറണം. അതാണ് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വം. അതുപോലെ തന്നെ കർമ്മത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഒരാളുടെ പ്രവൃത്തിക്കാണ് എന്ത് പ്രാധാന്യം നൽകിയത്? ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുപോലെ തന്നെ ഭൂമിയിലെ ജീവിതം ദുഃഖപൂർണമാണെന്നാണ് പറയുന്നത്. അതായത് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരിക്കും. ആ ദുഃഖങ്ങളിലേക്ക് കാരണം എന്താണെന്നാണ് പറയുന്നത്? നമ്മളുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ദുഃഖം നൽകുന്നതിനുള്ള കാരണമെന്നും ആര് വിശ്വസിക്കുന്നു? ബുദ്ധമതം വിശ്വസിക്കുന്നു. മതചടങ്ങുകൾക്ക് പകരം വ്യക്തിയുടെ ധാർമ്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകി. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്താണ്? മനുഷ്യരാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ദൈവപരമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ അദ്ദേഹം വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പകരം എന്തിന് പ്രാധാന്യം കൊടുത്തു? വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഇന്ത്യയുടെ അകത്തും പുറത്തും ബുദ്ധമതം അതിവേഗം പ്രചരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ, അതായത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടങ്ങൾക്കും വ്യക്തിയുടെ താല്പര്യങ്ങൾക്കും വ്യക്തിയുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ ബുദ്ധമതത്തിന് എന്താണ്, ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തും പെട്ടെന്ന് തന്നെ പ്രചരിക്കാനായിട്ട് പറ്റി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബുദ്ധമതം ഇന്ത്യയുടെ പുറത്തും അകത്തൊക്കെ ഭയങ്കരമായിട്ട് പ്രാധാന്യം നേടാനായിട്ട് തുടങ്ങി. കാരണം അവർ ഏറ്റവും കൂടുതൽ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിയുടെ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഇന്ത്യയുടെ അകത്തും പുറത്തൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രചാരണം നടത്താനായിട്ട് തുടങ്ങിയത്. അടുത്തത് പറയുന്നത് പാലി ഭാഷയിൽ എഴുതിയ ത്രിപിടകങ്ങളിലാണ് ബുദ്ധമത തത്വങ്ങളെ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഭാഷയാണ് എന്ത്? പാലി ഭാഷ. അപ്പോൾ ഇവരുടെ തത്വങ്ങൾ ത്രിപിടകങ്ങൾ എന്ന് പറയുന്ന 3 പിടകങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ത്രിപിടകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പിടകങ്ങൾ. ഏതൊക്കെയാണ് ആ 3 പിടകങ്ങൾ? വിനയ പിടകം, സുത്ത പിടകം, അഭിധമ്മ പിടകം. ഇങ്ങനെ 3 പിടകങ്ങളിലായിട്ടാണ് പാലി ഭാഷയിൽ ബുദ്ധമത തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഈ വിനയപിടകത്തിലായാലും സുത്തപിടകത്തിലായാലും അഭിധമ്മ പിടകത്തിലായാലും അതിലൊക്കെ ഇനിയും ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകി. സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തി. അപ്പോൾ എന്താണ്, ബുദ്ധമതം ചെയ്ത മറ്റൊരു കാര്യമാണ് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ ജനാധിപത്യ ബോധം, മൂല്യബോധം എന്നിവയൊക്കെ വളർത്തി. അതും ചെയ്തതാരാണ്? ബുദ്ധമതക്കാരാണ് ചെയ്തത്. ബുദ്ധമതത്തിൻ്റെ പ്രചാരണത്തിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകൾ, ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ
സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങൾ തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ വളർത്തി. അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകി. സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തി. അതുപോലെ തന്നെ എന്താണ്, ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഗുഹകൾ, ക്ഷേത്രങ്ങൾ, സന്യാസി മഠങ്ങൾ, സ്തംഭങ്ങൾ ഇതൊക്കെ ആര് നിർമ്മിച്ചു? ബുദ്ധമതത്തിലുള്ളവർ നിർമ്മിച്ചു. അപ്പോൾ അവരുടെ കലാപരമായിട്ടുള്ള കഴിവിനെ നമുക്കിതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ്. എത്ര നല്ല രീതിയിലായിരുന്നു അവർ കലാകാര്യങ്ങൾ കാഴ്ചവെച്ചിരുന്നത്, അതിനെക്കുറിച്ചും നമുക്കിതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ത്യയുടെ ഒരു വാണിജ്യ സാംസ്കാരിക ബന്ധമൊക്കെ വളർത്തുന്നതിൽ ബുദ്ധമതം വളരെയധികം വലിയ പങ്ക് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇതിലൊരു സ്തംഭം കൊടുത്തിട്ടുണ്ട്. സാരനാഥിലത്തെ ഒരു സ്തംഭമാണ് ഇത്. ബുദ്ധമതം സ്ഥാപിച്ചിട്ടുള്ളൊരു സ്തംഭമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങൾ. എവിടേക്കായിരുന്നു ബുദ്ധമതം? ഇന്ത്യ അല്ലാണ്ട് വേറെ എവിടേക്കാണ് ബുദ്ധമതം വ്യാപിച്ചിരുന്നത്? എവിടേക്കാ? മ്യാൻമർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര. ഇന്ത്യ ഒഴികെ ഇന്ത്യ അല്ലാണ്ട് ബാക്കി ഇത്രയും സ്ഥലങ്ങളിൽ മ്യാൻമർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര ഇത്രയും സ്ഥലങ്ങളിലും എന്തുണ്ടായിരുന്നു? ബുദ്ധമതം ഉണ്ടായിരുന്നു. ഇനി ബുദ്ധമത കാലഘട്ടത്തിലത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, അതായത് യൂണിവേഴ്സിറ്റീസാണ് നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ 3 ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഈ നളന്ദയുടെയും അതുപോലെ തന്നെ തക്ഷശിലയുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്. അപ്പം ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധമതം എന്തൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് അതിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അഹിംസയായിരുന്നു പ്രധാന തത്വം. കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ വ്യക്തിയുടെ ധാർമ്മിക ജീവിതത്തിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകി. പിന്നെ നമ്മളുടെ സംസ്കാരത്തിന്, ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകളൊക്കെ അവർ നൽകി. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ എന്നിട്ടും നമുക്കറിയാം ഇന്ത്യയിലെ ബുദ്ധമതം ഇല്ല ഇപ്പോൾ അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ബുദ്ധമതം ഇല്ലാതാവാനുള്ള കാരണം? അതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം, ആരംഭത്തിൽ കിട്ടിയതുപോലെ രാജാക്കന്മാരുടെ പിന്തുണ പിൽക്കാലത്ത് ലഭിച്ചില്ല. അതായത് ബുദ്ധമതം തുടങ്ങുന്ന സമയത്ത് എന്താണ്, ഇവർക്ക് രാജാക്കന്മാരുടെ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ആ ആരംഭത്തിൽ കിട്ടിയ ഒരു പിന്തുണ അവർക്ക് പിന്നീട് ഒരിക്കലും ഇന്ത്യയിലെ രാജാക്കന്മാരിൽ നിന്നും ലഭിച്ചില്ല. അതാണ് ഇന്ത്യയിലെ ബുദ്ധമതം ഇല്ലാതാവാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മഹായാനമെന്നും ഹീനയാനമെന്നും 2ആയി വിഭജിക്കപ്പെട്ടത് ബുദ്ധമതത്തിൻ്റെ ആകർഷണീയത നഷ്ടപ്പെടുത്തി. അതായത് ഇവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബുദ്ധമതം പ്രചരിപ്പിച്ചത്. എന്നാൽ പിന്നീട് എന്തായി, ഇന്ത്യയിൽ ഇവർ മഹായാനം, ഹീനയാനം അങ്ങനെ 2ആയിട്ട് ഇവർ വിഭജിച്ചു. ബുദ്ധമതം 2ആയിട്ട്, മഹായാനമെന്നും ഹീനയാനമെന്നും പറഞ്ഞ് 2ആയിട്ട് ബുദ്ധമതം വിഭജിച്ചു. അതെന്താണ്, ബുദ്ധമതത്തിൻ്റെ ആ ഒരു ആകർഷണീയത നഷ്ടപ്പെടുന്നതിന് കാരണമായി. ഏറ്റവും അവസാനമായിട്ട് പറയുന്നത്, വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനവും ബുദ്ധമതത്തിൻ്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഇന്ത്യയിലത്തെ അധപതനത്തിനുള്ള 3 കാരണങ്ങൾ, അവർക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിട്ടുള്ള രാജാക്കന്മാരുടെ പിന്തുണ പിന്നീട് അവർക്ക് കിട്ടിയില്ല. മാത്രമല്ല ഇവർ 2ആയിട്ട്, മഹായാനം, ഹീനയാനം എന്നിങ്ങനെ 2ആയിട്ട് ഇവർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ എന്താണ്, ആ ഒരു മതത്തിൻ്റെ, ബുദ്ധമതത്തിൻ്റെ ആകർഷണീയത അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വൈദിക മതത്തിൻ്റെ പുനരുത്ഥാനവും ബുദ്ധമതത്തിൻ്റെ വളർച്ചയെ വളരെ പ്രതികൂലമായി ബാധിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പറയുന്നത്. ആരാണ് ബുദ്ധമതം സ്ഥാപിച്ചത്? ശ്രീബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. അഹിംസയായിരുന്നു ബുദ്ധമതത്തിൻ്റെ പ്രധാന തത്വം. കർമ്മത്തിന് അവർ കൂടുതൽ പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ എന്തായിരുന്നു, ഓരോ വ്യക്തിയുടെയും ധാർമ്മിക ജീവിതത്തിനാണ് പ്രാധാന്യം നൽകിയത്. മതചടങ്ങുകളുടെ പ്രാധാന്യം അവർ കുറച്ചു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിന് ഒരുപാട് സംഭാവനകൾ അവർ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഗുഹാക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും സ്തംഭങ്ങളൊക്കെ അവർ ഇതിൻ്റെ പ്രചരണ ഭാഗമായിട്ട് നിർമ്മിച്ചു. അതുപോലെ ഇന്ത്യയിലത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ബുദ്ധമതത്തിൻ്റെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് നളന്ദ, തക്ഷശില, വിക്രമശില മുതലായവ. അതുപോലെ തന്നെ ഇന്ത്യയല്ലാതെയുള്ള പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളാണ് മ്യാൻമർ, ജപ്പാൻ, ചൈന, ശ്രീലങ്ക, ജാവ, സുമാത്ര എന്നിവ. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചു
ബുദ്ധമതത്തിൻ്റെ ഇന്ത്യയിലെ അധപതനത്തെക്കുറിച്ചിട്ടാണ് ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് ജൈനമതത്തെക്കുറിച്ചാണ്. ബുദ്ധമതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഏകദേശം ബുദ്ധമതവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ത്? ജൈനമതം. അപ്പോൾ ജൈനമതത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ജൈനമതം എന്ന് നോക്കാം. ശ്രീബുദ്ധൻ്റെ സമകാലികനായിരുന്ന വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമത വിശ്വാസമനുസരിച്ച് 24 തീർത്ഥങ്കന്മാരാണ് ജൈനമതത്തിനുള്ളത്. 24ാമത്തെ തീർത്ഥങ്കരനായിരുന്ന മഹാവീരനാണ് ജൈനമതത്തിൻ്റെ സ്ഥാപകൻ. ജൈനമതം അഹിംസയ്ക്ക് പ്രാധാന്യം നൽകി. ഇതാണ് മഹാവീരൻ. ഇദ്ദേഹമാണ് ജൈനമതത്തിന് പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ ജൈനമതം പ്രചരിപ്പിച്ചത് മഹാവീരനാണ്. ഇദ്ദേഹം എന്താണ്? ശ്രീബുദ്ധൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് വർദ്ധമാന മഹാവീരൻ. അപ്പോൾ ഈ ജൈനമത വിശ്വാസം അനുസരിച്ചിട്ട് 24 തീർത്ഥങ്കരന്മാരാണ് ഉണ്ടാവുക. തീർത്ഥങ്കരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസത്തിലൂടെ പൂർണ്ണജ്ഞാനം, മുഴുവനായിട്ടുള്ള ജ്ഞാനം സന്യാസത്തിലൂടെ നേടിയെടുത്ത മനുഷ്യരെ വിശേഷിപ്പിക്കുന്നതാണ് തീർത്ഥങ്കരന്മാർ. അപ്പോൾ ജൈനമത വിശ്വാസം അനുസരിച്ച് 24 തീർത്ഥങ്കരന്മാരാണ് ഉണ്ടാവുക. ഇതിൽ മഹാവീരൻ, അതായത് ജൈനമതത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള മഹാവീരൻ 24ാമത്തെ തീർത്ഥങ്കരനായിരുന്നു. ബുദ്ധമതത്തിലത്തെ അതേപോലെ തന്നെ ജൈനമതത്തിലും എന്താണ്? അഹിംസയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. മനുഷ്യനെയോ മറ്റ് ജീവജാലങ്ങളെയോ ഹിംസിക്കുന്നത് ജൈനമതം എതിർത്തു. വൈദിക ആചാരങ്ങളെയും ജാതി വ്യവസ്ഥയെയും തള്ളിപ്പറഞ്ഞു. ജൈനമതം ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾക്ക് കാരണമായി. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയിൽ അധിഷ്ഠിതമാണ് ശരിയായ ജീവിതമെന്ന് മഹാവീരൻ ജനങ്ങളെ ഉപദേശിച്ചു. അപ്പോൾ അഹിംസ തന്നെയാണ് ജൈനമതത്തിൻ്റെയും പ്രധാന തത്വം. ഇവിടെ ജൈനമതം എന്താണ്? മനുഷ്യനായിക്കോട്ടെ മറ്റ് ജീവജാലങ്ങളായിക്കോട്ടെ, മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ ഹിംസിക്കുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് ആരെതിർത്തു? ജൈനമതം എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈദിക ആചാരങ്ങൾ, ജാതി വ്യവസ്ഥ, ഇതിനൊക്കെ എതിരെയായിരുന്നു ആര്? ജൈനമതം. അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിൽ, ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മാറ്റം വരുത്തുന്നതിന് കാരണമായത് ജൈനമതമാണ്. പിന്നെ ജനങ്ങൾക്ക് ഇദ്ദേഹം നൽകിയൊരു ഉപദേശം എന്താണ്? ഒരു ശരിയായ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? ശരിയായ ഒരു വിശ്വാസം വേണം, ശരിയായ അറിവ് വേണം, ശരിയായ പ്രവൃത്തി വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ? ശരിയായ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. കളവ് പറയൽ, കൊലപാതകം, മോഷണം, സ്വത്ത് സമ്പാദനം എന്നിവ ജൈന സന്യാസിമാർക്ക് വിലക്കപ്പെട്ടിരുന്നു. ജീവിതത്തിൽ അവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമായിരുന്നു. ശിലാസ്തൂപങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തെ ജൈനമതം പ്രോത്സാഹിപ്പിച്ചു. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടത് ജൈനമതത്തിൻ്റെ അധപതനത്തിന് കാരണമായി. അപ്പോൾ എന്താണ്? ജൈന സന്യാസിമാർ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് പാടാത്ത കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെ? കളവ് പറയുക, കൊലപാതകം ചെയ്യുക, മോഷണം, സ്വത്ത് സമ്പാദനം. ഇതൊക്കെ എന്താണ്? ഒരിക്കലും ജൈന സന്യാസിമാർ ചെയ്യാൻ പാടില്ല. അവർക്ക് ഇതൊക്കെ വിലക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ജൈന സന്യാസിമാർ അവരുടെ ജീവിതത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ബുദ്ധമതത്തിൽ പറഞ്ഞ പോലെ തന്നെ ജൈനമതത്തിലും അവരുടെ ആ ഒരു കലാപ്രകടനം അല്ലെങ്കിൽ കലാമികവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങളാണ് അവർ നിർമ്മിച്ചിട്ടുള്ള ശിലാസ്തൂപങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ. ഇതൊക്കെ എന്താണ്? ജൈനമതം കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു കലാമികവിനെ നമുക്കിതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് എന്തൊക്കെയാണ് ജൈനമതത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. അഹിംസ തന്നെയായിരുന്നു അവരുടെയും മെയിനായിട്ടുള്ള തത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അവർ പറഞ്ഞത്? മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയൊന്നും ഉപദ്രവിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ എന്താ ശരിയായ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിയായ വിശ്വാസം ഉണ്ടായിരിക്കണം, ശരിയായ പ്രവൃത്തി ഉണ്ടായിരിക്കണം, ശരിയായ അറിവുണ്ടായിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് ശരിയായ ജീവിതമാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ജൈന സന്യാസിമാർ കളവ് പറയാൻ പാടില്ല, മോഷണം നടത്താൻ പാടില്ല, കൊലപാതകം പാടില്ല, അതുപോലെ സ്വത്ത് സമ്പാദനമൊന്നും ജൈന സന്യാസിമാർ പാടില്ല. പിന്നെ അവരവരുടെ ജീവിതം മുഴുവൻ എന്താണ്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണമായിരുന്നു. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇവരുടെ ഒരു ജൈന മതത്തിൻ്റെ അധപതനത്തിന് കാരണം എന്താണ്. അപ്പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 കാര്യങ്ങൾ നമ്മൾ ബുദ്ധമതത്തിൻ്റെ അധപതനത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മെയിനായി പറഞ്ഞൊരു കാര്യം, ഇവർ 2ആയി വിഭജിക്കപ്പെട്ടു, അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ആകർഷണീയത ഇല്ലാണ്ടായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും ജൈനമതത്തിൻ്റെ അധപതനത്തിന് കാരണം എന്താണ്, ഇവർ ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതാണ് ജൈനമതത്തിൻ്റെ അധപതനത്തിന് കാരണമായത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഒരുപാട് ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകളൊക്കെ പണിതിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഇവിടെ ഈ കാണുന്നത് എന്താണ്, കർണാടകയിലെ ശ്രാവണ ബെൻഗോളയിലുള്ള ഗോമതേശ്വര പ്രതിമ. ഈ ഒരു ജൈനമത ഭാഗമായിട്ട് അല്ലെങ്കിൽ ജൈനമത കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിമയാണ് എന്ത്, ഗോമതേശ്വര പ്രതിമ. അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ഇന്ന് 2 കാര്യങ്ങളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, ജൈനമതത്തെക്കുറിച്ചിട്ടും ബുദ്ധമതത്തെക്കുറിച്ചിട്ടും. ബുദ്ധമതം സ്ഥാപിച്ചത് ആരായിരുന്നു, ശ്രീബുദ്ധനായിരുന്നു. ജൈനമതം സ്ഥാപിച്ചത് വർദ്ധമാന മഹാവീരനായിരുന്നു. ഈ 2 മതത്തിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടരും എന്താണ്, അഹിംസയാണ് പ്രധാന തത്വമായിട്ട് എടുത്തത്. അതായത് ജീവികളോട് കരുണ കാണിക്കണം, അല്ലെങ്കിൽ അവരെ ഒരിക്കലും ഉപദ്രവിക്കരുത്, ഹിംസിക്കരുത്. ഇതൊക്കെയായിരുന്നു ഈ 2 മതക്കാരും പ്രധാന തത്വമായിട്ട് എടുത്തത്. അതുപോലെ തന്നെ എന്തായിരുന്നു, അവർ കൂടുതൽ വ്യക്തി ജീവിതത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ അധപതനത്തിന് കാരണമായത് എന്താണ്, ബുദ്ധമതത്തിൻ്റെ ആയാലും ജൈനമതത്തിൻ്റെ ആയാലും പ്രധാനമായിട്ടും ഇവർ 2ആയി വിഭജിക്കപ്പെട്ടപ്പോഴാണ് ഈ ജൈനമതവും ബുദ്ധമതവും ഒക്കെ ഇല്ലാണ്ടാവാനായി തുടങ്ങിയത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. താങ്ക്